കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടു ലൈഫ് പ്രോസസ്സസ് എന്ന ആദ്യ ചാപ്റ്ററിലെ ആദ്യത്തെ പോർഷനിൽ വരുന്ന 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 1 സെല്ല്, 2 ബയോമോളിക്യൂൾസ്, 3 മെറ്റബോളിസം, 4 എൻസൈംസ്, 5 ഹോർമോൺസ്. ആദ്യം നമുക്ക് സെൽ എന്താണെന്ന് നോക്കാം. ഒരു സെൽ എന്ന് കേട്ടാൽ നമ്മൾ ആദ്യം പറയേണ്ട കാര്യം സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അതായത് നമ്മളൊരു ലിവിങ് ഓർഗാനിസം, ഒരു ജീവനുള്ള വസ്തുവിൻ്റെ, ഒരു ആനിമൽ ആയിക്കോട്ടെ, പ്ലാന്റ് ആയിക്കോട്ടെ, എന്തുമാവട്ടെ, അപ്പോൾ അതിൻ്റെ ബോഡി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ആദ്യം സെല്ലുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയത്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു റാബിറ്റ്, ഒരു മുയലിനെ എടുക്കുകയാണ്. അപ്പോൾ ആ മുയൽ ഒരു സെല്ലിൽ നിന്നാണ് ഉണ്ടായത്. ആ സെല്ല് കൂടി ടിഷ്യൂ ആയി മാറും, ആ ടിഷ്യൂ കൂടി ഓർഗനായി മാറും, ആ ഓർഗൻ കൂടി ഓർഗൻ സിസ്റ്റമായി മാറും. അങ്ങനെയാണ് ആ റാബിറ്റിൻ്റെ ബോഡി ഉണ്ടായത്. അതേപോലെ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ പല ഫങ്ഷൻസിനും മെയിൻ ആയിട്ട് ആര് വേണം? സെല്ല് വേണം. ഇനി നമുക്ക് സെല്ലിനെ കുറിച്ച് രണ്ടാമത്തെ കാര്യം നോക്കാം. മെനി കെമിക്കൽ റിയാക്ഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദ സെൽ. അതായത് ഈ സെൽസിന്റെ ഉള്ളിൽ കുറേ രാസപ്രവർത്തനങ്ങൾ, കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന. അപ്പം എന്താണ് ഈ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ മോളിക്യൂൾസ് ബ്രേക്സ് ഡൗൺ ചെയ്യുന്നതും മോളിക്യൂൾസ് കമ്പൈൻ ചെയ്യുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഈ സെല്ലിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഇനി അടുത്ത കാര്യം, മെനി മോളിക്യൂൾസ് ആർ നീഡഡ് ഫോർ ദ സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫങ്ഷൻ. അതായത് ഒരു സെല്ലിന്റെ സ്ട്രക്ചറിനും അതേപോലെ സെല്ലിന്റെ ഫങ്ഷനും പ്രവർത്തനത്തിനും എന്ത് വേണം? കുറേ മോളിക്യൂൾസ് വേണം. ഓക്കെ, ഈ മോളിക്യൂൾസ് ആവശ്യമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യമായ ബയോമോളിക്യൂൾസ് എന്താണെന്ന് നോക്കാം. Carbohydrate, lipid, protein and nucleic acid are the basic building block of life. These are known as biomolecules. അതായത് നമ്മുടെ ലൈഫിൻ്റെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക്, അതായത് നമ്മുടെ ജീവന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവരെയാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോമോളിക്യൂൾസ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഇനി നമുക്ക് മൂന്നാമത്തെ മെറ്റബോളിസം എന്താണെന്ന് നോക്കാം. ഓൾ life signs are manifested by the actions of biomolecules and many other chemical factors inside the cell. All such chemical reactions together taking place inside the cell is called metabolism. അപ്പോൾ എന്താണ് ലൈഫ് സൈൻ എന്ന് പറഞ്ഞാൽ? അതായത് ജീവന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഒരു ഓർഗാനിസത്തിന് അത് ലിവിങ് ആണോ, ജീവനുണ്ടോ, അല്ലെങ്കിൽ നോൺ ലിവിങ് ആണോ, ജീവനില്ലേ എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ, തരംതിരിക്കാൻ യൂസ് ചെയ്യുന്നത് ഈ ലൈഫ് സൈൻസ് വെച്ചാണ്. അപ്പം ഏതൊക്കെയാണ്? മൂവ്മെന്റ്, ആ ഒരു ഓർഗാനിസത്തിന് ചലിക്കാൻ പറ്റുന്നുണ്ടോ, റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിന് ഗ്രോത്ത് ഉണ്ടോ, അതിന് റെസ്പിറേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, റീപ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നോ, ഈ ലൈഫ് സയൻസ് നോക്കിയിട്ടാണ് നമ്മൾ അത് ലിവിങ് ആണോ നോക്കുന്നത്. അപ്പൊ ഈ എല്ലാ ലൈഫ് സയൻസും നമ്മുടെ സെല്ലിലും നടക്കുന്ന ബയോമോളിക്യൂൾസിന്റെ ആക്ഷൻ വഴിയും മറ്റു കെമിക്കൽ ഫാക്ടേഴ്സ് വഴിയുമാണ് ഈ ലൈഫ് സയൻസ് ഒക്കെ കണ്ടുവരുന്നത്. അപ്പൊ ഇത്തരം കെമിക്കൽ റിയാക്ഷൻസിനെയാണ്, രാസപ്രവർത്തനങ്ങളെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയൊന്നും വലിച്ചു നീട്ടാണ്ട് മെറ്റബോളിസത്തെ കുറിച്ച് സിമ്പിളായിട്ട് എങ്ങനെ പറയാം? ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദ സെൽ വിച്ച് കൺവേർട്ട് ഫുഡ് ഇൻ ടു എനർജി ഈസ് കോൾഡ് മെറ്റബോളിസം. അതായത് ഫുഡിനെ എനർജി ആക്കി മാറ്റുന്ന നമ്മുടെ സെല്ലിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനും, മിനി കെമിക്കൽ റിയാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിസത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, അനാബോളിസവും കാറ്റബോളിസവും. അനാബോളിസം എന്ന് പറഞ്ഞാൽ കമ്പൈൻസ് മോളിക്യൂൾസ്, ഈ മോളിക്യൂൾസിനെ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്സ് ഡൗൺ മോളിക്യൂൾസ് ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അനാബോളിസത്തിൻ്റെയും കാറ്റബോളിസത്തിൻ്റെയും എക്സാമ്പിൾ നോക്കാം. ഇവിടെ അനാബോളിസത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന മോളിക്യൂളും വാട്ടർ മോളിക്യൂളും കൂടിയിട്ട് ഒരു വലിയ മോളിക്യൂൾ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്. അപ്പോൾ അനാബോളിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കമ്പൈൻസ് മോളിക്യൂൾ. ഇനി കാറ്റബോളിസത്തിലോ പ്രോട്ടീൻ ബ്രേക്ക് ചെയ്തിട്ട് അമിനോ ആസിഡായി മാറുന്നത്. അപ്പോൾ കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബ്രേക്സ് ഡൗൺ മോളിക്യൂൾ, അതായത് മോളിക്യൂൾസ് മുറിയുന്നു, അല്ലേ, ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്രോട്ടീൻ മുറിഞ്ഞിട്ട് എന്തായി മാറുന്നത്? അമിനോ ആസിഡായിട്ട് മാറുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യമായ എൻസൈംസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു എൻസൈം എന്ന് പറഞ്ഞാൽ ദിസ് ആർ മോളിക്യൂൾസ്, അതൊരു മോളിക്യൂളാണ്.
അപ്പോൾ എന്തിനാണ് എൻസൈം ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചാൽ ദേ ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനങ്ങളെ അത് സ്പീഡിൽ നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഈ ഒരു എൻസൈംസ് എന്ന് പറയുന്നത്. അതേപോലെ എൻസൈംസ് ആർ പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രോട്ടീൻസിന്റെ എക്സാമ്പിളാണ് എന്ത്? എൻസൈം എന്ന്, അല്ലേ? ഇനി എൻസൈംസിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്ക് 2 എക്സാമ്പിൾ പറയാം. സലൈവറി അംലേസ് ഇൻ സലൈവ ആൻഡ് പെപ്സിൻ ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. അതായത് നമ്മുടെ മൗത്തിലെ സലൈവ, അതായത് നമ്മളെ വായിലെ ഉമിനീരിൽ കാണുന്ന ഒരു എൻസൈമാണ് സലൈവറി അംലേസ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ സ്റ്റൊമക്കിൽ, വയറിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൽ കാണുന്നതാണ് മറ്റൊരു എൻസൈം പെപ്സിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 5ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹോർമോൺ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഹോർമോൺ എന്ന് പറഞ്ഞാൽ ദസ് ആർ ഓൾസോ കെമിക്കൽ മോളിക്യൂൾസ്. അതും എന്താണ്? ഒരു മോളിക്യൂൾസ് ആണ്. ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്സ്. അപ്പോൾ ഈ ബയോളജിക്കൽ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും, അതായത് എന്താണ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ബയോളജിക്കൽ പ്രോസസ്സ് നടക്കണോ നടക്കണ്ടേ അങ്ങനെയൊക്കെ തീരുമാനം. അതേപോലെ കോർഡിനേറ്റ്, അതിനെ നല്ല രീതിയിൽ നടത്താനും അതിനൊക്കെ സഹായിക്കുന്ന ആളാണ് ആര്? ഹോർമോൺസ് എന്ന് പറയുന്നത്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. ഏത് ഗ്ലാൻസ് ആണ്? എൻഡോക്രൈൻ ഗ്ലാൻസ്. ഇനി ഈ ഹോർമോൺസിന്റെ എക്സാമ്പിൾ ഏതെന്ന് ചോദിച്ചാൽ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ. ഇത് സെക്സ് ഓർഗൻസിന്റെ ഫങ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിമ്പിളായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തീർച്ചയായും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്ത പോർഷൻ്റെ ഷോർട്ട് നോട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.